ഗംഭീര പായസം ഈ ഒരു ഗ്ലാസ് കൂടി എടുക്കും മോളെ. ഓണത്തിന്റെ പായസം കുടിച്ചിട്ട് നമ്മള് മയ്യത്തായി പോന്നെ അങ്ങ് പോട്ടെ അല്ല മോളെ. അല്ല മൊയ്തൂക്ക നമുക്ക് അടുത്ത ഓണത്തിന് കുടിക്കണ്ടേ? നിങ്ങള് പൊണ്ണുങ്ങള് രണ്ടാളെ അങ്ങ് ഒന്നായി കണ്ടില്ലേ, അത് പോറ്റു. അല്ല ഇതാരാ മോളെ, ഇന്റെ അച്ഛനാ? അച്ഛനൊന്നല്ല. ആണ്ടാ മൊയ്തൂക്ക അച്ഛൻ എങ്ങക്കാരനൂടെ? നിങ്ങൾ നല്ലൊരു ദിവസമായിട്ട് മിച്ചം നിൽക്കല്ല. വാ കാര്യം ഇരിക്കി മോളെ, മൂപ്പർക്കുള്ള പായസം കേട്ടോ. വേണ്ട, ഇരിക്കാനും പായസം കുടിക്കാനും ഒന്നുമുള്ള സമയമില്ല. നമുക്ക് എല്ലാരും ഒന്ന് കാണണം, പോണം. നമുക്ക് എല്ലാരും ഒരുപോലെയാണല്ലോ. എല്ലാരും ഒരുപോലെ കാണി നിങ്ങളുടെ മാവേലിയോ? അതെ, മാവേലി തന്നെ. എല്ലാന്ന് നിങ്ങളും വലിയ കടത്തിലാന്ന് തോന്നല്ലോ. അല്ല നിങ്ങളെ മാലയും വളയെല്ലാം പണയം വെച്ചോ, അതോ സ്വർണത്തിന് വില കൂടി വിറ്റ് കളഞ്ഞോ? അല്ലാന്ന് നല്ലൊരു ദിവസമായിട്ട് ഓളെ പൊരയിൽ വന്ന ആളോട് നിങ്ങളെന്നാ പറയുന്നേ? പിന്നെ സുമേഷിന്റെയും വെളിയും വീട് തന്നെ നമ്മളെയും കൂടി വീടാ, ഞമ്മക്ക് ചോദിക്കാനുള്ള അധികാരമുണ്ട്. ശരിക്കും നിങ്ങൾ ആരാ? ഇത് ഞാൻ തന്നെയാ മക്കളെ, മാവേലി. ഈ രാവിലെ തന്നെ വന്ന് ഇടങ്ങാറുണ്ടാക്കുന്ന? ഞാൻ ഇടങ്ങാറുണ്ടാക്കാൻ വന്നതല്ലോ. എന്റെ പേരിലുള്ള ഇടങ്ങാറ് തീരട്ടെ എന്ന് കരുതിയ ഈ വേഷത്തിൽ വന്നത്. മലയാളികൾ ഒന്നിച്ചാഘോഷിച്ചിരുന്ന ഓണം ഇന്ന് ചേരി തിരിഞ്ഞ് ആഘോഷിക്കാൻ നോക്കുക. അതിനെന്റെ വേഷമാണ് പ്രശ്നമെങ്കിൽ ഈ വേഷം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാ. അങ്ങനെ ചില പുയ്ക്കുത്തുകൾ എല്ലായിടത്തും ഉണ്ടാവും, ഇനിയും ഉണ്ടാവും. കൊല്ലം കൊറേ ആയില്ലേ ഓണവും പെരുന്നാളും നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്നു. ഇനിയും അങ്ങനെ തന്നെ ആഘോഷിക്കും. മാവേലിയെ, ഞാളെ സങ്കല്പത്തിലൊരു മാവേലി ഉണ്ട്. ആ കോലത്തിലൊന്നും ഞക്കൊന്ന് കാണാൻ പറ്റുക? അത് ഞാളൊന്ന് കാണട്ടെ. ഇപ്പൊ എല്ലാം ഭംഗിയായ, അതായത് കൊള്ളേണ്ടത് കൊണ്ടും തള്ളേണ്ടത് തള്ളിയിട്ടും ജീവിച്ചല്ല മലയാളികള്. അതിനിപ്പോ ഒരു കുറവില്ല. ഏത്? അതെ, പ്രളയവും പ്രകൃതി ദുരന്തങ്ങളും വരുമ്പോൾ മാത്രമല്ല നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടത്. ഇതുപോലുള്ള എല്ലാ ആഘോഷങ്ങളും നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കണം. ഏവർക്കും ഇടങ്ങാറില്ലാത്ത ഓണാശംസകൾ.